പ്രിയപ്പെട്ടവരെ, ഞാൻ ജോമി ജോസഫ്, ചങ്ങനാശ്ശേരി കാർഡ് ബാങ്ക് സെക്രട്ടറിയാണ്. പദവിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു യുവാവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ അതിജീവനത്തിൻ്റെ ജീവിതഗന്ധിയായ ഒരു കഥയാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. അവിസ്മരണീയ കുടുംബ ചലച്ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും പകച്ചു പോകുന്ന അവസരങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരുടെ പൂർണ്ണ യോജിപ്പോടെയുള്ള കഠിന പരിശ്രമത്താലും ആവശ്യങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ഒരു സഹകരണ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ശക്തമായ പിന്തുണയോടെയും ജീവിതം തിരിച്ചു പിടിക്കുന്ന നിരവധി കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു കുടുംബത്തിൻ്റെ ജീവിതകഥയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ലോകം മുഴുവനും കോവിഡ് മഹാമാരിയുടെ പിടിയിൽ അമരുന്നതിന് ഒരു വർഷം മുൻപ് ഇദ്ദേഹവും ഭാര്യയും കുവൈറ്റിൽ നേഴ്സസ് ആയിരുന്നു. ഇവർക്ക് ഒരു കുട്ടിയുമുണ്ട്. തന്റെ അതുവരെയുള്ള സമ്പാദ്യം വിനിയോഗിച്ച് നാട്ടിൽ 10 സെന്റ് സ്ഥലം വാങ്ങി ഭവന നിർമ്മാണം ആരംഭിച്ചു. എങ്കിലും കൂടുതൽ പണം ആവശ്യമായി വന്നതിന് ബാങ്കിനെ സമീപിക്കുകയും ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ വായ്പ അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വർഷം വരെ വായ്പാ ചെലവ് കൃത്യമായി ചെയ്തു. കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒരു മാസം മുൻപ് ആനുവൽ ലീവിനായി നാട്ടിലെത്തിയ ഇരുവർക്കും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തിരികെ പോയി ജോലിയിൽ പ്രവേശിക്കുന്നതിന് താമസം നേരിട്ടതിനെ തുടർന്ന് ഇരുവരുടെയും ജോലി നഷ്ടമായി. ഇതിനുശേഷം വായ്പാ തിരിച്ചടവ് നിലയ്ക്കുകയും കുടുംബത്തിൻ്റെ നിത്യ ചെലവുകൾക്ക് പോലും മാർഗമില്ലാതാകുകയും ചെയ്തു. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അമൃത ഹോസ്പിറ്റൽ നേഴ്സായി ജോലി ലഭിച്ചെങ്കിലും 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന ഇവർ മിസ്കാരേജ് ആയതിനെ തുടർന്ന് ബെഡ് റെസ്റ്റ് ആവശ്യമായി വരികയും തുടർന്ന് ആ ജോലി നഷ്ടമാവുകയും ചെയ്തു. ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ആ യുവാവ് പുറത്തെടുത്ത പോരാട്ട വീര്യം വിവരിക്കാൻ വാക്കുകളില്ല. കുവൈറ്റിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം യാതൊരുവിധ ദുരഭിമാനവും ഇല്ലാതെ വീടിനടുത്തുള്ള പേവിംഗ് ടൈൽ കമ്പനിയിൽ ഡ്രൈവറായും ടിമ്പർ ലോറി ഡ്രൈവറായും ജോലി ചെയ്ത് കുടുംബം പുലർത്തി വന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും ഇദ്ദേഹവും ഭാര്യയും IELTS പരീക്ഷ പഠിച്ച് പാസ്സായി. അതിനുശേഷം നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ഇരുവർക്കും UK ജോലി ശരിയായി. അവിടെയും അവരുടെ മുൻപിൽ ഒരു പുതിയ പ്രതിസന്ധി ഉടലെടുത്തു. കാരണം UK പോകുന്നതിന് ആവശ്യമായ പണം അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിനായി ഇരുവരും ബാങ്കിനെ സമീപിച്ചെങ്കിലും ബാങ്കിന്റെ നിയമം അനുസരിച്ച് കുടിശ്ശികക്കാരായിട്ടുള്ള വായ്പക്കാർക്ക് അധിക വായ്പ നൽകുന്നതിന് നിയമമില്ല. എങ്കിലും ആ കുടുംബത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള പോരാട്ട വീര്യവും ഇച്ഛാശക്തിയും മനുഷ്യനും മനുഷ്യജീവിതവും ഉണ്ടെങ്കിലേ നിയമത്തിനും പ്രസക്തിയുള്ളൂ എന്ന തത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ തുക വായ്പ അനുവദിക്കുകയും ചെയ്തു. UK സെറ്റിലായതിനു ശേഷം ഇരുവരുടെയും പ്രഥമ പരിഗണന പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് താങ്ങും തണലുമായി നിന്ന ബാങ്കിന്റെ ബാധ്യതകൾ പൂർണ്ണമായും അടച്ചു തീർക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോഴും നാട്ടിലെത്തുമ്പോൾ അവർ സഹകുടുംബം ബാങ്കിലെത്തുകയും വിശേഷങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. അവരുടെ ജീവിത സ്വപ്നങ്ങളിൽ പതിഞ്ഞ കാർമേഘം നീക്കി നിറമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉയർത്തുവാൻ സാധിച്ചതിൽ കാർഡ് ബാങ്ക് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. വെറും വായ്പ നൽകി തിരിച്ചു വാങ്ങുക എന്നുള്ളതിനുപരി അംഗങ്ങളായ വായ്പക്കാരുടെ കുടുംബങ്ങളിലെ എല്ലാ സുഖദുഃഖങ്ങളും ബാങ്ക് അറിയുകയും അതനുസരിച്ച് അവരോടൊപ്പം തോളോട് തോൾ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാർഡ് ബാങ്കിന്റെ പ്രവർത്തന സവിശേഷത. വിശ്വസാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ അൽക്കമിസ്റ്റ് എന്ന നോവലില് പ്രസിദ്ധമായ ഒരു വാചകം പ്രതിസന്ധികളിലും പ്രയാസങ്ങളും എങ്ങനെ നേരിടണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിങ്ങനെയാണ്: വെൻ യു വാണ്ട് സംതിങ്, ഓൾ ദ യൂണിവേഴ്സ് കോൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. അതായത്, നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടുന്നതിന് പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ പിന്നിൽ അണിനിരക്കും.